ചിങ്ങമാസം 1-ാം തീയതി, അതായത് ഓഗസ്റ്റ് 17-ാം തീയതി തരികട മത്തായി എന്ന് പറയുന്ന വെബ് സീരിയല് ഓപ്പണിംഗ് ആണ്. എല്ലാവരും കാണണം, കണ്ട് സന്തോഷിക്കണം, ചിരിക്കണം. അതിനകത്ത് ദുഃഖമൊന്നുമില്ല, മൊത്തം കോമഡിയാണ്. ഈ കേരളത്തിലുള്ളവരെല്ലാം ദുഃഖിതരാണ്, സാമ്പത്തികം കൊണ്ടും ഭർത്താവിന്റെ ശല്യം കൊണ്ടും എല്ലാം, ലേഡീസ് ആണെങ്കിലും ജെന്റ്സ് ആണെങ്കിലും എല്ലാം. പക്ഷെ നമ്മള് എൻജോയ് ചെയ്യണം. അതാണ് മത്തായി, അതാണ് തരികട മത്തായി. അങ്ങനെ ചെയ്യണം. അതിന്റെ പിന്നിലുള്ളത് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് ജയം പ്രസാദ്. പുള്ളി എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു എന്റെ പ്രധാനപ്പെട്ട ആളാണ് പ്രസാദ്. പ്രസാദ് വരൂ. ഈ പ്രസാദ് എന്ന് പറയുന്ന ആളെ ഞാനുമായിട്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവർക്കും നമസ്കാരം. അതെ അതെ, ഇതാണ് പ്രസാദ് കേട്ടോ. സ്റ്റുഡിയോ ആണ്, ഡബിംഗ് ഉണ്ട്, മ്യൂസിക് ഉണ്ട്, എല്ലാം നല്ല ആർട്ടിസ്റ്റാണ്. അഭിനയിക്കും, ഒരുപാട് ഇതിനകത്തൊക്കെ പുള്ളിയുണ്ട്. ഞാനൊന്നും അല്ല പുള്ളിയുടെ മുന്നിൽ. പിന്നെ പറയാം. അല്ല, ഈ തരികിട മത്തായി എന്ന് പറയുന്ന കുറച്ച് എപ്പിസോഡ് ഞങ്ങളാണ് ഷൂട്ട് ചെയ്തത്. അതെ. പിന്നെ ഈ തരികിട മത്തായി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മനോഹരമാണ്. നമുക്ക് ശരിക്കും നമ്മളിരുന്ന് ചിരിച്ച് നമ്മളുടെ എന്താണ് പറയുക, അതിന് മ്യൂസിക് ചെയ്യുന്നത് എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. എന്റെ ഇന്റിമേറ്റ് ആണ് അവൻ. ഞങ്ങൾ ഒരുപാട് ചിക്കു പരിപാടി എന്ന് പറഞ്ഞാൽ പതിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഇപ്പം എന്റെ ഇതിനകത്ത് മ്യൂസിക് ഡയറക്ടറാണ് രഘു മണനാടി. അദ്ദേഹത്തിനെ ഞാൻ വിളിക്കുന്നു. രഘുമാവൻ, ഞങ്ങളെല്ലാരും നമ്മുടെ നിങ്ങളുടെ പഴയ സുഹൃത്തായിരിക്കും. പക്ഷെ ഈ വെബ് സീരീസ് കണ്ടിട്ട് രഘുമാവൻ ഇത്രയും കാലങ്ങളും മ്യൂസിക് ചെയ്തിട്ടുണ്ടല്ലോ. ഒരുപാട് കോമഡി ആണെങ്കിലും സിനിമയാണെങ്കിലും ഏതാ കോമഡി നല്ല ഉഗ്രനായിട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഞാനൊന്ന് പറയട്ടെ, ഈ വെബ് സീരീസ് ആണെങ്കിലും സിനിമയാണെങ്കിലും ഷോർട്ട് ഫിലിം ആണെങ്കിലും മനസ്സ് വർക്ക് ചെയ്ത് ജയം സ്റ്റുഡിയോയിൽ വന്നു കഴിഞ്ഞപ്പോ ഇഷ്ടംപോലെ ഞാൻ വർക്ക് ചെയ്ത് എനിക്ക് വയ്യ, ഇങ്ങോട്ട് വരാൻ വയ്യാന്ന് ഇന്നും പറഞ്ഞതാ. കാരണം ആയിരക്കണക്കിന് വർക്കുകൾ ഇഷ്ടംപോലെ എന്റെ മനസ്സ് ചെയ്തു. അപ്പൊ അത്രയും വർക്കുകൾ ചെയ്തു. അപ്പൊ ഇത് കണ്ട് ഈ ജോയിച്ചായിട്ട് അഭിനയം ഈ വെബ് സീരീസിനെ കുറിച്ച് മാവൻ എന്താണ് അഭിപ്രായം? നല്ല ഒന്നാം തരം കോമഡി. ജോയി ഇപ്പൊ ഞാൻ എന്റെ കൂടെ നിർത്തിക്കൊണ്ട് പറയുകയല്ല, ഈ ജോയിനെ എനിക്ക് എന്റെ ചെറുപ്പം മുതലേ അറിയാം. പണ്ട് തൊട്ടേ ഈ ആള് കോമഡിയാണ്. അല്ല, ഈ വെബ് സീരീസ് എങ്ങനെ? അതാ പറഞ്ഞത്, ഈ വെബ് സീരീസിൽ വന്നപ്പം പുള്ളിയുടെ ആ തനി സ്വരൂപം എല്ലാം പുറത്തിറക്കി. നല്ല ഒന്നാം തരം കോമഡി ആയിട്ട് നല്ല ഉഗ്രനായിട്ട് ജോയി അതിനൊക്കെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ എല്ലാ ആർട്ടിസ്റ്റുകളും ഞങ്ങൾ ഓരോ സീനും കാണുമ്പോ ചിരിക്കുകയാണ്. ഞങ്ങൾ ചിരിച്ചോണ്ട് നല്ല മ്യൂസിക് വന്നുള്ള ചിരിയാണ്. വേറൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഒരുപാട് വെബ് സീരീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വെബ് സീരീസ് വന്നതിന് ശേഷം ഞങ്ങൾ ഓരോ സീനും ഓരോ ഷോട്ടും ഞങ്ങളെ ചിരിച്ച് ഉല്ലസിച്ചാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ മലയാളക്കരയിലെ എല്ലാ സുഹൃത്തുക്കളും പോട്ടെ, മലയാളക്കരയെന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ കേരളീയര് മലയാളികള് എല്ലാവരും നമ്മള് കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തും നല്ല അഭിപ്രായം തന്നെ നിങ്ങൾ വിടും. നിങ്ങളത് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല കമന്റ് വിടും, ഉറപ്പായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപോലെ കോമഡിയാ. ഇത്രയും നാളും ഉള്ളതിനേക്കാളും ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള നല്ല കോമഡി ഇനിയും വരാൻ കിടക്കുന്നത് 100 എപ്പിസോഡാണ്. അതെ അതെ, ഇപ്പത്തെ തുടക്കമേ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ചിരിക്കും. 10 എപ്പിസോഡിന്റെ പണി ഞങ്ങൾ പൂർത്തീകരിച്ചു. അതെ. പിന്നെ ബാക്കിയുള്ളത് അച്ചായൻ ഇനി അടുത്ത പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. എന്റെ ചാനലിന്റെ പേര് അപ്പോയെന്നാണ്. അതെ അതെ, അപ്പോയ് ചാനല് യൂട്യൂബിലാണ് പ്രസിദ്ധീകരിക്കുന്നത്. മലയാള മാസം, അതായത് ഓഗസ്റ്റ് 17-ാം തീയതി വൈകുന്നേരം 6:30-ക്കാണ്. എല്ലാവരും സഹകരിക്കുന്നു, വിശ്വസിക്കുന്നു. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വിനീഷ് അളിയൻ, ഞാൻ തോട്ടപ്പള്ളി എന്ന് പറയില്ല, നമ്മളെ അളിയനാ. അപ്പൊ അതുകൊണ്ട് ഇത് നിങ്ങള് വിനീഷ് അളിയന്റെ ചാനലും എല്ലാവരും ഇത് ചാനലിൽ കൂടെയാണ് പിന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ പോകുന്നത്. എല്ലാരും ഈ അപ്പോയ് ചാനലും വിനീഷ് അളിയനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. നല്ലൊരു ബ്ലോഗറാണ്.
എല്ലാരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ എല്ലാരും support ചെയ്യണം. ഓക്കെ Okay. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഇനി ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട അല്ല ഇപ്പം വേറൊരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാൻ അതുകൂടെ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാം. ഇപ്പൊ അടിയൻ ഞങ്ങളെ മ്യൂസിക് ചെയ്തോണ്ടിരിക്കാൻ നേരത്തെ അടിയൻ വന്ന് 1-2 സീൻ കണ്ടല്ലോ, കണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞില്ല ഇപ്പൊ തുടക്കത്തിൽ ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കണ്ടപ്പോ തന്നെ എനിക്ക് ഞാൻ ഇരുന്നല്ലോ പൊട്ടിച്ചിരിക്കും. എന്നെ കണ്ണു ചിരിച്ചു. ലാസ്റ്റ് പറഞ്ഞ് എനിക്ക് ചിരിക്കാൻ പോയെന്ന് നല്ല സത്യം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ വിജയിക്കും കേട്ടോ. എന്നാണ് അല്ല വിജയിക്കണമെന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ജോയിച്ചേട്ടനെ ഒന്നുകൂടെ പറഞ്ഞു നമ്മളെ ഇതിന്റെ ഇത് മാത്രമല്ല അറിയാലോ, നാടകത്തിലൂടെ നമ്മൾ ഒരുപാട് നേരത്തെ കണ്ടല്ലോ, അഭിനയം കണ്ടല്ലോ, അതുപോലൊക്കെ നമ്മൾ ഒരുപാട് സന്തോഷിപ്പിച്ചിട്ടുള്ള ആളാണ്. രക്ഷപ്പെടണ്ടല്ലോ എല്ലാരും. അപ്പൊ ഇതൊരു വമ്പിച്ച വിജയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് വേണമല്ലോ. ശരി, ഞാൻ മല കയറി കേൾക്കാം. പക്ഷെ കോമഡി ഒന്നും പഠിക്കാൻ പറ്റില്ല. നമുക്ക് നാളെ ഞാൻ ഒന്നുകൂടെ വരാം. ശരി, അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. ഞാൻ വിരമിക്കുന്നു. എല്ലാം റെഡിയാക്കി തരാം.